CPM-ന്റെ ആളുകൾക്കിപ്പോ സ്നേഹം കാറൽ മാർക്സിനോടോ ചെഗുവേരയോടോ അല്ല. ഇപ്പൊ അവർക്ക് ആവേശം വരണമെങ്കിൽ സ്പിരിറ്റിന്റെ കണ്ടാസ് കാണണം, അല്ലെങ്കിൽ സ്വർണം കാണണം. ഇത് രണ്ടും കണ്ടാൽ CPM-കാർക്ക് ഇരിപ്പുറക്കില്ല. സ്വർണം കണ്ടാൽ കക്കാൻ പോവും, സ്പിരിറ്റ് കണ്ടാൽ അത് കടത്താനുള്ള ശ്രമം നടത്തും. കമ്പനിക്ക് ചൂട്ടുപിടിക്കും, പഞ്ചായത്തിൻ ഭരണക്കാരെ, CPM-ൻ ഭരണക്കാരെ, ജനവഞ്ചകരെ പഞ്ചായത്ത്. MP രാജേഷിനോട് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അന്ന് പറഞ്ഞല്ലോ ഓയസിസ് കമ്പനിക്ക് ഒരു തുള്ളി വെള്ളം പുറമേ നിന്ന് ആവശ്യമില്ല, അതിന് ഇപ്പോ കോരിയാർ പുഴയിൽ നിന്നുള്ള വെള്ളം എടുക്കാനുള്ള അനുമതി നിങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതി കൊടുത്തിരിക്കുക. CPM-ന്റെ ആളുകൾക്കിപ്പോ സ്നേഹം കാറൽ മാർക്സിനോടോ ചെഗുവേരയോടോ അല്ല. അവിടേക്ക് വരുന്ന സമയത്ത് വഴിനീളെ കൊടി കെട്ടിയിട്ടുണ്ട്, ചെഗുവേരയുടെ ഫോട്ടോ ഉണ്ട് ആ കൊടിയിലെല്ലാം. പണ്ടൊക്കെ CPM-കാർക്ക് ആവേശം വരണമെങ്കിൽ രക്തസാക്ഷി മണ്ഡപങ്ങൾ കാണണം, വലിയ കുടീരങ്ങൾ കണ്ടാല് അതിന്റെ പാട്ടുകൾ വെച്ചിട്ടാണ് അവർക്ക് ആവേശം വരിക. ചെഗുവേരയുടെ ഫോട്ടോ കണ്ടാൽ ആവേശം വരും. ഇപ്പൊ അവർക്ക് ആവേശം വരണമെങ്കിൽ സ്പിരിറ്റിന്റെ കണ്ടാസ് കാണണം, അല്ലെങ്കിൽ സ്വർണം കാണണം. ഇത് രണ്ടും കണ്ടാൽ CPM-കാർക്ക് ഇരിപ്പുറക്കില്ല. സ്വർണം കണ്ടാൽ കക്കാൻ പോവും, സ്പിരിറ്റ് കണ്ടാൽ അത് കടത്താനുള്ള ശ്രമം നടത്തും. ഇവിടെ സ്വാഭാവികമായി നിയമങ്ങളുണ്ട്. കാർഷിക ആവശ്യങ്ങൾക്ക് മാത്രമേ ഇവിടുത്തെ ഈ കോരിയാർ പുഴയിലെ വെള്ളം ഉപയോഗിക്കാവൂ എന്ന വ്യവസ്ഥ നിലനിൽക്കെ അതിനെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങളുടെ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തേണ്ട വെള്ളത്തിനെ ഇവിടുത്തെ മദ്യ കമ്പനികൾ കൊഴുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. നമുക്കറിയാം, മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ വേനൽ കനക്കുന്ന സമയത്ത് ഈ പഞ്ചായത്തിലെ നിരവധി വാർഡുകളിൽ കുടിവെള്ളത്തിന് പോലും ഉപയോഗപ്പെടുത്തുന്നത് ടാങ്കർ വെള്ളമാണ്. ഇത്തരത്തിൽ കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ പഞ്ചായത്തിന്റെ പ്രദേശങ്ങളിലെ ഇവിടെ പഞ്ചായത്തിന്റെ പ്രധാന ജലസ്രോതസ്സായ വാളയാർ കോരയാർ പുഴയിലെ വെള്ളത്തിന് ഇവിടുത്തെ മദ്യ കമ്പനികൾ കൊഴുക്കുവാനാണ് നിങ്ങളുടെ നീക്കമെങ്കിൽ ഇന്നാട്ടിലെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ നിങ്ങളുടെ ഈ നീക്കത്തെ ഏത് വിധേനയും തടുക്കുവാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഉണ്ടാവുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളിവിടെ അട്ടിമറി നടത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ പണ്ടൊക്കെ ഇവർക്ക് നേരത്തെ സൂചിപ്പിച്ച ഉദ്ഘാടന പ്രസംഗത്തില് മാർക്സിസവും ലെനിനിസവുമാണ് നിങ്ങള് ആദർശമായി കൊണ്ടു നടന്നിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ ആദർശം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കള്ളും കഞ്ചാവും സ്വർണ്ണ കള്ളക്കടത്തുമാണ് നിങ്ങളുടെ ആദർശമായിട്ട് ഇന്നിപ്പോൾ കൊണ്ടു നടക്കുന്നത്. ഇവിടെ ഈ പഞ്ചായത്തിലെ നിരവധിയായ ജനങ്ങളാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന പട്ടിണിപ്പാവങ്ങളുള്ള പ്രദേശമാണിത്. കുടിവെള്ളത്തിന് വേണ്ടി വലിയ രീതിയിൽ ടാങ്കർ വെള്ളത്തെ ആശ്രയിക്കുന്ന പഞ്ചായത്താണിത്. ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട പഞ്ചായത്ത് ഭരണസമിതി ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് മദ്യമാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് എടുത്തിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു.